കൊച്ചി കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്ത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അവഗണന സ്ഥാനമാനങ്ങൾ നൽകി പരിഹരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് നേതാവായ മിനിമോളെയും തമ്പി സുബ്രഹ്മണ്യത്തെയും മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ ശ്രമം. കൊച്ചി കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ യുവാക്കൾക്ക് നൽകണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. കഴിഞ്ഞ തവണ യുവാവായ ടോണി ചമ്മണിയെ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിന്റെ നേട്ടമാണ് കോർപ്പറേഷനിൽ ഭരണ തുടർച്ച ലഭിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലം അതിന് സാക്ഷി നൽകുന്നുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലാ പഞ്ചായത്താണെങ്കിലും കൊച്ചി കോർപ്പറേഷൻ ആണെങ്കിലും യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന നേതാക്കന്മാരായിരുന്നു ഭരണ നേതൃത്വത്തിലുണ്ടായിരുന്നത്. അപ്പോൾ മികച്ച ഭരണസമിതിക്കാണ് ഇവരൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ളത്. ഈ കാലഘട്ടത്തിന് അനിവാര്യമായ ഒരു പോസിറ്റീവായ രാഷ്ട്രീയം അത് മുൻപോട്ട് വെക്കുന്നതിന് വേണ്ടി ചെറുപ്പക്കാരായ നേതാക്കൾക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ യുവ നേതൃത്വം ഭരണതലത്തിൽ ഉണ്ടാകണം എന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ഒരു ആവശ്യമാണ്. അപ്പോൾ സമയം വരുമ്പോൾ ഇപ്പോൾ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കുന്നു. ഭരണത്തലവന്മാരെ തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പും അടുത്തയാഴ്ച തന്നെ നടക്കും. അപ്പോൾ പാർട്ടി നേതൃത്വത്തോട് യുവാക്കൾക്ക്, അർഹരായ യുവാക്കൾക്ക് മതിയായ പ്രാതിനിധ്യം ആ മേഖലയിലും നേതൃത്വത്തിലും ഭരണ നേതൃത്വത്തിലും നൽകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. മേയർ സ്ഥാനത്തേക്ക് പാലാരിവട്ടത്തു നിന്നുള്ള മിനിമോളെയും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പള്ളുരുത്തി കച്ചേരിപ്പടിയിൽ നിന്നുള്ള തമ്പി സുബ്രഹ്മണ്യത്തെയുമാണ് യൂത്ത് കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നത്. അധികാര സ്ഥാനങ്ങളിലേക്ക് യുവാക്കളെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് KPCCക്ക് കത്ത് നൽകാനാണ് യൂത്ത് കോൺഗ്രസിന്റെ നീക്കം. അധികാര സ്ഥാനങ്ങൾ ഗ്രൂപ്പുകൾക്ക് വീതം വയ്ക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ലെന്നും ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി. PC ജോർജ് MLA സ്ഥാനം ഇന്ന് രാജിവെക്കും. രാവിലെ 10 മണിയോടെ സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറും. MLA സ്ഥാനം രാജിവെക്കുന്ന കാര്യം PC ജോർജ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് M നൽകിയ പരാതിയിൽ സ്പീക്കർ തീരുമാനമെടുക്കാൻ ഇരിക്കെയാണ് ജോർജിന്റെ രാജി.